ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലിക്സ് ആൻഡ് ചിപ്സ്. ഇത് തൃക്കാക്കര കൊച്ചിയിലുള്ള ബിസിബിയാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ പോയപ്പോഴത്തേക്കും മോന് വൈഷ്ണവനാണെങ്കിൽ ഒന്ന് എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഇത് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ സ്ലൈഡർ എടുക്കുകയാണെങ്കിൽ നല്ലോണം ഹൈറ്റിലുണ്ടായിരുന്നു. ഞാൻ ആദ്യം പേടിച്ചായിരുന്നു, ഇത്രയും ഹൈറ്റിൽ ഇതുവരെ മോനിങ്ങനെ കയറ്റിയിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇടയിലൊക്കെ വെച്ച് കുറച്ച് ഒരു ഫ്ലാറ്റായിട്ടുള്ള സർഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നല്ല സ്പീഡില്ലാണ്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോയായിരുന്നു. പിന്നെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു സ്പേസിൽ ഒത്തിരി എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ട്രാംപോലിൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ടണൽ സ്ലൈഡ്സ് ഇല്ലേ, അതിലൊക്കെ പോകാൻ വൈഷ്ണവ് നല്ല പേടിയുണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റെപ്സിൽ കയറും, പക്ഷേ ആ ടണൽ വഴി വരാൻ പേടി. ബാക്കി കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കുറേ കമ്പനിയൊക്കെ കിട്ടിയായിരുന്നു. അവരൊക്കെ അതിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ വൈഷ്ണവിന് പേടിയായിരുന്നു, പോയൊന്നുമില്ല അതിൽ. പിന്നെ ഇതുപോലെ സോഫ്റ്റ് ബോൾസൊക്കെ ഉള്ളതുണ്ട്, പിന്നെ സ്വിങ് ഉണ്ട്. പിന്നെ ഈ ട്രാംപോലിൻ സെക്ഷൻ്റെ അകത്ത് തന്നെ കുറേ ക്യൂബ്സൊക്കെ ഇട്ടിട്ട് പിള്ളേർക്ക് ഇങ്ങനെ ത്രോ ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൈഡിലായിട്ടൊരു കഫേറ്റേറിയ ഉണ്ട്. ഒരു വലിയ സ്പേഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഉള്ള സ്പേസിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. എല്ലാം കുഞ്ഞു കുഞ്ഞു ഏരിയയിൽ ബാക്ക് ടു ബാക്ക് ആയിരുന്നു ഓരോ പ്ലേ ഏരിയയും. വൈഷ്ണവ് അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഫൺഗാമ എന്നുണ്ട്, ഇതുപോലെ ഇൻഡോർ പ്ലേ ഏരിയ ആണ്. അപ്പോൾ അവിടെ ചെല്ലുവാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യും വൈഷ്ണവ്. പിന്നെ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എൻട്രി ചാർജ് എത്രയാണെന്ന് വെച്ചാൽ 2 hours 300 rupees. പുറത്തായിരുന്നു, കാരണം 2 hours അത്യാവശ്യം ഇവർക്ക് കളിക്കാനുള്ള ടൈമുണ്ട്. വരാൻ തന്നെ ഒട്ടും താല്പര്യമില്ലായിരുന്നു, മതിയായില്ല ഈ 2 hours ആയിട്ടും. പിന്നെ കഫറ്റേറിയ ഉണ്ട്, ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കഫറ്റേറിയ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടീ ടൈം എടുക്കാം. അപ്പോൾ പിള്ളേരിവിടെ കളിക്കാനായിട്ട് അലോ ചെയ്യാം. പിള്ളേർ നോക്കാനായിട്ട് ഇപ്പം സ്റ്റാഫ്സൊക്കെ ഉണ്ട്. അവരിങ്ങനെ നമ്മളവിടെ ഇരുന്നാലും അവർ നല്ലോണം ശ്രദ്ധിച്ചോളും. അങ്ങനെ എല്ലാം നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. പിന്നെ ഇതുപോലത്തെ മാഗ്നറ്റിക് ബോർഡ്സൊക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് എന്താണെന്ന് പോലും അറിയില്ല, എന്തൊക്കെയോ ജസ്റ്റ് അങ്ങ് കാട്ടിക്കൂട്ടി വെച്ചായിരുന്നു. ബിസിബി കൊല്ല ചാച്ച ഓച്ചിൻ